കൊട്ടാരക്കരയിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. വിരമിച്ച അധ്യാപികയായ സരസമ്മയെയാണ് അയൽവാസി വീട് കയറി ആക്രമിച്ചത്. വാക്ക് തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. സംഭവത്തിൽ ശശിധരൻ എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലനിന്നിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ തർക്കത്തെ തുടർന്നാണ് ഈ ഗംഗാധരൻ എന്ന് പറയുന്ന ആൾ ഈ സരസമ്മയുടെ, അതായത് റിട്ടയർഡ് അധ്യാപിക കൂടെയാണ് 80-കാരിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഇത്തരത്തിൽ മർദ്ദിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഈ സരസമ്മ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ വയോധികയുടെ കയ്യിലിരുന്ന വടി പിടിച്ചു വാങ്ങി ഇയാൾ ക്രൂരമായി മർദ്ദിക്കുകയും വീടിന് മുന്നിൽ വലിച്ചു വെച്ച് വീണ്ടും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയെടുത്തിട്ടുണ്ട്. പോലീസ് ഗംഗാധരൻ എന്ന് പറയുന്ന ഈ അയൽവാസിയെ കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ സൂചിപ്പിച്ചത് ഈ വയോധിക ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസം. ഈ താമസിക്കുന്ന സ്ഥലത്തും സമീപത്തുള്ള ഈ ഗംഗാധരനുമായി വാക്ക് തർക്കമുണ്ടായി. തുടർന്ന് ഇവരുടെ കുടുംബവുമായി വാക്ക് തർക്കമുണ്ടായി. പിന്നീടാണ് ഈ മതിൽ ചാടിക്കടന്നാണ് ഈ ഗംഗാധരൻ ഈ വീട്ടിലേക്ക് എത്തിയതെന്നാണ് വിവരം. തുടർന്ന് വീടിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. അതിനെ തടയുമ്പോഴാണ് ഈ വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമാണ്. വലിച്ചിഴച്ച് മർദ്ദിക്കുകയാണ്. പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിവരവും ഇത് തന്നെയാണ്. ഈ അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം. ആ സമയത്ത് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഈ മർദ്ദനമേൽക്കുന്ന സമയമുണ്ട്, നിലവിളിക്കുന്നുണ്ട് ഈ അമ്മ. പക്ഷേ അവിടേക്ക് ആരും ഓടി എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. മർദ്ദിച്ച് അവശയാക്കിയ ശേഷം, അതായത് ഈ വീടിന് മുന്നിൽ ഇട്ട ശേഷം ഇയാൾ പോകുകയായിരുന്നു. പിന്നീടാണ് ആളുകൾ എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ 4 സ്റ്റിച്ചുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരു വയോധികയ്ക്ക് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വരുന്നു. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഗൗതം.